ഗുഡ് ഈവനിങ്. കുറച്ച് ലേറ്റായി, അതിന് എല്ലാവരോടും ക്ഷമ ചെയ്യണം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. കഴിഞ്ഞ സിനിമ ഉപചാരപൂർവ്വം കൊണ്ട് ചെയ്യുന്ന സിനിമയാണ്. സൈജ് കുറിപ്പേട്ടനായിരുന്നു നായകൻ. സൈജ് എത്താൻ കുറച്ച് ലേറ്റാവും. എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു വേദിയിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് ആൾക്കാരെ ഓർക്കേണ്ട ഒരു സമയമാണത്. നന്ദിയാണ് അലക്സ് സാർ, സജീവ് സാർ, മാഡം. ഒരു സബ്ജക്റ്റ് കേട്ടിട്ട് അവർ എസ് പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ സിനിമയാണ്. എന്നെക്കാളൊക്കെ അപ്പുറം എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ അച്ഛനെ തുല്യം പോലെ ഞാൻ കാണുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന മനുഷ്യൻ ജോലി ചേർന്ന് വലിയൊരു നന്ദി. പിന്നെ ഇത്രയും ഷോർട്ട് ടൈമിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നെയാണ് അത് പ്ലാൻ ചെയ്തത്. റിലീസിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാര്യം പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഷർഫായിനൊക്കെ ഇന്ന് വിളിച്ചിട്ട് വന്നത്. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി എല്ലാവരോടും. ദിലീപേട്ടനോടും ജോണി ചേട്ടനോടും ബ്ലിസ് സാറിനോടും നിശ്ചിൻ ചേട്ടനോടും അജിത് സാറിനോടും മനോജ് ചേട്ടനോടും പിന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എല്ലാവരോടും, സിജു ഭായി, അരുൺ ചേട്ടൻ, എടുത്തു പറയാനുള്ള ബാക്കി എല്ലാ പോൾ സാറ് എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മൂന്നാമത്തെ പടം ചെയ്യാൻ പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഇതിൽ കുറച്ചൊരു സെക്കൻഡ് ഹാഫ് കുറച്ച് മ്യൂസിക്കലി ബിൽഡപ്പ് ചെയ്തുകൊണ്ടൊരു സിനിമയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വേറെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇങ്ങനെ നോക്കി. അപ്പോൾ യാദൃശ്യമായിട്ടാണ് ശബരിമയുടെ ഒരു വീട്ടിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്രദർ രാജേഷ് മുരുകേശനെ പരിചയപ്പെടുന്നത്. നമുക്കറിയാം പ്രേമം സിനിമ ഇവിടെ ഉണ്ടാക്കിയ ഓളം അത് കഴിഞ്ഞിട്ട് വേറെ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് സംശയമാണ്. അത്രയും അതിൽ ഏറ്റവും ഹിറ്റായതിലെ പാട്ടുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേമം ടീം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിതിനെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. കാരണം ഇതിൻ്റെ പ്രേമത്തിലെ ഡയറക്ടർ അൽഫോൺസ് പുത്രൻ, പുള്ളി ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. രാജേഷ് മുരുകേശനാണ് മ്യൂസിക്, പിന്നെ ശബരീഷ് വർമ്മയാണ് ലിറിക്സ്, സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദാണ്. ഇപ്പോൾ ഷറഫായി സിജു ഭായി ഒക്കെ വന്നപ്പോൾ അതിനത് പൂർണ്ണമായി. അപ്പോൾ ഈ സിനിമയിൽ എൻ്റെ ആദ്യത്തെ സിനിമ അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. ആരും അറിയത്തുകൂടിയില്ലാന്ന് പറയുന്ന സിനിമ. അതായത് എൻ്റെ പ്രിയപ്പെട്ട സിനിമയാണത്. രണ്ടാമത്തെ സിനിമ ഗുണ്ടജൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഒന്ന് പോയി. എന്നിട്ട് മൂന്നാമത്തെ സിനിമയിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വന്ന രാജേഷ് മുരുകേശന് പ്രത്യേകം ഒരു താങ്ക്സ് പറയണം. രാജേഷിൻ്റെ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസുമാണ് അതിൽ. അപ്പോൾ രാജേഷിൻ്റെ പ്രോഗ്രാമാണ് ശരിക്കും ഓഡിയോ ലോഞ്ചാണ്. പാട്ടുകളെല്ലാം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ എത്രയും പെട്ടെന്ന് കേൾപ്പിക്കണം എന്നുള്ളൊരു സന്തോഷത്തിലാണ്. പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന എൻ്റെ നായകൻ രഞ്ജിത്ത് സജീവ്. ആദ്യം കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ പറഞ്ഞിട്ട് ആളാണ്. പിന്നെ ഈ പരിപാടി എനിക്ക് വർക്കാവില്ല, എനിക്ക് സുഖമില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സ്ക്രിപ്റ്റിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ആ മനുഷ്യനിലേക്ക് ഇന്നാക്കിയത്. എന്തായാലും രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു ഇതിന് മുൻപുള്ള സിനിമ ഗോളായിരുന്നു. ഇതിലൊരു പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇതിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു രഞ്ജിത്തിന് ഒരു മലയാളിയായിട്ട് ഒന്ന് കാണിക്കണം എന്നുള്ളത്. അത്യാവശ്യം ഒരു മലയാളിയായിട്ട് തന്നെ എനിക്ക് ചെയ്യിക്കാൻ പറ്റിയതൊന്നും. അതിനേക്കാളപ്പുറത്ത് രഞ്ജിത്ത് നന്നായിട്ട്, അത് ഞാൻ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ്, എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാൻ പറയുന്നു, അഹങ്കാരമായിട്ട് എടുക്കരുത്. രഞ്ജിത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതിലെ ഹീറോയിൻ സാരിംഗ് ഹിഷാമാണ് അതിലെ ഹീറോയിൻ. പുള്ളിക്കാരി ഒരു സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കലോ അങ്ങനത്തെ പരിപാടി പറഞ്ഞൊരു വലിയ കൊറിയോഗ്രാഫറൊക്കെയാണ്. അപ്പോൾ അവർ ആണ് അതിലെ ഹീറോയിൻ. എനിക്ക് എൻ്റെ എല്ലാ രീതിയിലും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സാരംഗി. പിന്നെ റോണി, ഡോക്ടർ റോണി, ജോണിച്ചാണ് പിന്നെ ഞാൻ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പറയുന്നത്. പിന്നെ മഞ്ജുപിള്ള ചേച്ചി, ഇന്ദ്രൻസിയെന്ന് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് വന്ന ആളാണ് മനോജ് കെ ചേട്ടൻ. ചേട്ടനും ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ക്യാരക്ടർ സസ്പെൻസ് ആയതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് പറയാനില്ല. അത് തിയേറ്ററിൽ തന്നെ കണ്ടേ. ചേട്ടൻ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. എനിക്ക് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ഞാൻ ഫസ്റ്റ് പടമായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും ഭാഗത്ത്. എന്തായാലും എല്ലാവർക്കും ഈ വന്ന എല്ലാവർക്കും, മീഡിയ, എൻ്റെ ഫ്രണ്ട്സ്, സുഹൃത്ത്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സിനിമ ജയ്യപ്പനാണ് DOP. ഒരുമിച്ച് കിടന്നുറങ്ങി അങ്ങനെ പ്ലാൻ ചെയ്ത് പടമാണ്. കിരൺ റാഫേൽ ചീഫ് ഓഫ് സ്റ്റേറ്റ്. എല്ലാവരും ഇങ്ങനെ എടുത്ത് പറയാനുള്ള പടം എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ്. എന്തായാലും എല്ലാവരും വെൽക്കം ചെയ്യണം. നമുക്ക് പരിപാടിയിലേക്ക് പോകാം, പാട്ടുകൾ കാണാം.
മുരുകൻ കാട്ടാക്കട ഇവിടെ എത്തേണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് ഇവിടെ നിർത്താൻ പറ്റിയില്ല. ഓക്കെ അല്ലേ പ്രോഗ്രാം? ഒരു വലിയ ക്ഷമേട്ട കാരണം ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റിൽ നിന്നിട്ടാണ്. എനിക്ക് ദിലീപേനെ പറ്റി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല, സോറി. ഞാൻ ആക്ച്വലി ദിലീപേന് വേണ്ടി ഒരു കഥയൊക്കെ റെഡിയാക്കിയിട്ട് പുറകെ കിടക്കുന്ന ആളാണ്. അപ്പോൾ ഇന്നലെ അലക്സ് സാറ് ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്, ക്ഷമിച്ചേക്കണം. എന്തായാലും അലക്സ് സാറാണ് ദിലീപേനെ വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ദിലീപേട്ടൻ വരുന്നുള്ളത്. പക്ഷേ എൻ്റെ ബിൻഡോനെ വിളിച്ചു പറഞ്ഞു. ബിൻഡോ ഇപ്പം ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി പടത്തിൻ്റെ ഡയറക്ടറാണ്, എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ബിൻഡോ. നമ്മൾ ബിൻഡോയെ വിളിച്ച് അപ്പോൾ ദിലീപേട്ടൻ്റെ സ്ഥലത്തുണ്ട്. പക്ഷേ അരുൺ ഉറപ്പായിട്ട് ദിലീപേട്ടൻ വരും, അത് എന്തെങ്കിലും ഗ്യാപ്പുണ്ടെങ്കിൽ വരുന്നു പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര സന്തോഷം. സോറി കേട്ടോ, ഒരുപാട് ക്ഷമിക്കണം. സോറി. ഞാൻ ബ്ലെസ് സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പ്രേമരം എന്ന് പറഞ്ഞ സിനിമ തൃപ്പൂണിത്തുറയില് ആ മാർക്കറ്റിൽ ലോഡ്ജിന്റെ ഷൂട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ലൈഫിലൊരു ഡയറക്ടറോട് സംസാരിക്കുന്നത് ബ്ലെസ് സാറിൻ്റെ അടുത്താണ്. അപ്പൊ എൻ്റെ ഓഡിയോ ലോഡ്ജിൽ നിന്ന് സാറോട് ഒരുപാട് ഒരുപാട് താങ്ക്സ്. സോറി. ശരി.